ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 21 ദിവസമായി നിരാഹാര സമരം നടത്തി വന്നിരുന്ന സാമൂഹിക പ്രവർത്തകരും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം വാങ്ചുക്കിനെ ഇന്ന് രാവിലെ ഡൽഹി പോലീസ് ബലമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ പോലീസ് മാറ്റുന്നത് ശരിയാണോ, അതോ ജീവൻ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണോ? ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷാ ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് സോനം വാങ്ചുക് ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഈ സമരം ഇന്ന് 21ാം ദിവസത്തിലെത്തി. ഇതിനിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്നതായി ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൽഹി ഹൈക്കോടതിയും ആരോഗ്യനില നിരീക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പോലീസ് എത്തി അദ്ദേഹത്തെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പോലീസ് പറയുന്നത് ഇത് അറസ്റ്റല്ല, മറിച്ച് ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ ഇടപെടലാണെന്നാണ്. എന്നാൽ സമരസമിതി പറയുന്നത് മറ്റൊന്നാണ്. അവരുടെ ആരോപണമനുസരിച്ച് വാങ്ചുക്കിനെ ബലമായി കൊണ്ടുപോയി പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയും മാറ്റാൻ ശ്രമിച്ചു. ചിലരെ അവിടെ നിന്ന് നീക്കം ചെയ്തു. ഈ നടപടിയെ അവർ ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമായി വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ ഈ സംഭവത്തിന്റെ നിയമപരവും നൈതികവുമായ വശം നോക്കാം. ഒരു വ്യക്തിക്ക് നിരാഹാര സമരം നടത്താനുള്ള അവകാശം ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനപരമായ പ്രതിഷേധത്തിന്റെയും ഭാഗമായാണ് പൊതുവെ കാണപ്പെടുന്നത്. അതേസമയം ഒരു വ്യക്തിയുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ സർക്കാർ ഇടപെടേണ്ട ബാധ്യതയും ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ദീർഘകാല നിരാഹാര സമരങ്ങൾ നടത്തുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ട് വാദങ്ങളുണ്ട്. ഒന്നാമത്തേത് ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ ഇടപെട്ടത്. രണ്ടാമത്തേത് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ബലപ്രയോഗം നടത്തി. ഈ രണ്ട് നിലപാടുകൾക്കിടയിലാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ച നടക്കുന്നത്. ഇതാദ്യമായല്ല സോനം വാങ്ചുക് സമരത്തിന്റെ പേരിൽ വാർത്തകൾ നിറയുന്നത്. ലഡാക്കിന് ഭരണഘടനാ പരിരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ജനങ്ങളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം മുമ്പും നിരാഹാര സമരങ്ങളും ദീർഘദൂര പദയാത്രകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സമരവും ദേശീയ ശ്രദ്ധ നേടാറുണ്ട്. ഈ സമരത്തിലും നിരവധി വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം നിരവധി പ്രമുഖരും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനാൽ സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സംവാദത്തിലൂടെയാണ് പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടതെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇനിയാണ് ഏറ്റവും വലിയ ചോദ്യം: സർക്കാർ എന്തുകൊണ്ട് നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറായില്ല? 21 ദിവസം ഒരാൾ നിരാഹാര സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഭരണകൂടത്തിന്റെ പരാജയമാണ്. അതോ സമരം അനാവശ്യമായി നീണ്ടുപോയപ്പോൾ ജീവൻ രക്ഷിക്കാൻ മാത്രമാണോ സർക്കാർ ഇടപെട്ടത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ വരും ദിവസങ്ങളിലാണ് ലഭിക്കുക. ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില സ്ഥിരതയുള്ളതാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും നിരന്തര മെഡിക്കൽ നിരീക്ഷണത്തിലാണ് എന്നതാണ്. ജനാധിപത്യത്തിന്റെ ശക്തി തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ജനങ്ങൾക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശവും അത്രത്തോളം പ്രധാനമാണ്. അതേസമയം ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതിനാൽ ഈ വിഷയത്തെ രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണാതെ ഭരണഘടന, മനുഷ്യാവകാശം, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്ന് 3 കോണുകളിൽ നിന്ന് വിലയിരുത്തേണ്ടതാണ്. എന്നാൽ സോനം വാങ്ചുക് നടത്തുന്ന പ്രതിഷേധം എപ്പോഴും വാലിഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. നാളത്തെ തലമുറയുടെ ഭാവിക്ക് വേണ്ടിയാണ് അദ്ദേഹം 21 ദിവസം സമരം കിടന്നത്. ഇവിടുത്തെ ഭരണകൂടം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പോലും വകവയ്ക്കാതെ അതിനെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ബുദ്ധി ഉദിച്ചത്. പക്ഷേ ബുദ്ധി ഉദിച്ചതുപോലും സോനം വാങ്ചുക്കിനെ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പിടിച്ചുകൊണ്ടുപോയി ആശുപത്രിയിൽ ചേർക്കാനാണെന്ന് മാത്രം.